പത്തനംതിട്ടയിലെ പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ആന്റണി, ഡോക്ടർ ടി.എം. തോമസ് ഐസക്, അനിൽ ആന്റണിയുടെ വരവോടുകൂടി അതിന് ത്രികോണ സ്വഭാവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ടി.എം. തോമസ് ഐസക്കിന് എത്ര കണ്ട് ആന്റണിയെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. അനികേഷ്, 2009 മുതൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത് മുതലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാം പരിശോധിച്ചാൽ UDF ജയിച്ച ചരിത്രം മാത്രമാണുള്ളത്. ഇക്കുറിയും UDF വിജയിക്കും, നാലാമതും UDF വിജയിക്കും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ആന്റണിയും കൂട്ടരും. അതേസമയം തന്നെ ഡോക്ടർ തോമസ് ഐസക് ആണ് LDF സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് എത്തിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, നീണ്ടകാലം MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ CPMന്റെ ഒരു വലിയ നേതാവ് തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് വീണ്ടും വാശിയേറിയ മത്സരത്തിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അത് നേരത്തെ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അനിൽ ആന്റണി തന്നെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും യുവാക്കളുടെയും യുവതികളുടെയും ഇടയിലുമൊക്കെ NDAക്ക് സ്വാധീനം ഉറപ്പിക്കാൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. അതേസമയം ആന്റണി കഴിഞ്ഞ 3 ടേമുകളിലായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതേസമയം LDF അതിനെ പ്രതിരോധിക്കുന്നത് എടുത്തു പറയത്തക്ക ഒരു നേട്ടവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് ആന്റണിയിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതാനും ഹൈമാസ് ലൈറ്റുകൾ, അത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഒരു MPയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് LDF വിമർശിക്കുന്നുണ്ട്. അതേസമയം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മോദി സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിൽ പിടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വേനൽക്കാലമാണ്, ജലത്തിന് വളരെയധികം ദൗർലഭ്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര പദ്ധതികളിലൂടെ വാട്ടർ ടാപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ളവ ധാരാളം കൊടുക്കാൻ പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചരണമാണ് NDA സ്ഥാനാർത്ഥി നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും വളരെ വാശിയേറിയ പോരാട്ടം. നേരിട്ടുള്ള പോരാട്ടത്തിൽ അനിൽ ആന്റണി കൂടി എത്തുന്നതോടുകൂടി BJPയുടെ ശക്തമായ പ്രാതിനിധ്യം ഉറയ്ക്കുകയാണ്.